ഹലോ, ഇന്ന് നമുക്ക് ചായക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമായാലോ. അപ്പോൾ അതിന് വേണ്ടി 2 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഞാലിപ്പൂവനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപഴത്തിന് പകരമായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം നമ്മൾ ഇതേപോലെ എടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഏലക്ക പൊടിച്ചതാണ്. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ച് ചേർക്കാം. ബാക്കി ഞാനൊരു 1/4 കപ്പും കൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മധുരമൊക്കെ പാകമാണെന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ശർക്കരപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ നല്ലപോലെ കുഴച്ച് ചേർത്തതിന് ശേഷം നമുക്കൊരു പാൻ ഫ്ലെയിമിലേക്ക് വെക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം മാവ് കയ്യിലൊന്ന് കോരിയെടുത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വീണ്ടും ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കട്ടിയിൽ ഇത് പരത്തി എടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് 2 വശവും കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഗോതമ്പിൻ്റെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഇൻസ്റ്റൻറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്കിത് കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു പാൻ കേക്കിൻ്റെ ഷേപ്പിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. നമ്മുടെ വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യാത്തവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.